എറണാകുളം ജില്ലയിലും ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ്. ശക്തമായ കാറ്റിൽ മൂവാറ്റുപുഴ, കോതമംഗലം, പൂണിത്തുറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വൈകുന്നേരത്തോടെ ശക്തി പ്രാപിച്ച മഴയിലും കാറ്റിലും ജില്ലയിലെ വിവിധ മേഖലകളിൽ വൻ നാശനഷ്ടം. മൂവാറ്റുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കാർ ഷോറൂമിന്റെ മേൽക്കൂര കനത്ത കാറ്റിൽ തകർന്നു. കോമ്പൌണ്ടിൽ സർവീസിനായി പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് മേൽക്കൂര പതിച്ചത്. 300ഓളം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ജീവനക്കാർ ഷോറൂമിനകത്തായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. മൂവാറ്റുപുഴ ജനശക്തി റോഡിൽ വൻമരം വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോതമംഗലം മേഖലയിലും ശക്തമായ കാറ്റ് വ്യാപക നാശം വിതച്ചു. കുറ്റിയാംചാൽ സ്വദേശിയായ ലിജോയുടെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കാറ്റിൽ പറന്നുപോയി. ഷിനാജ്, ഐപ്പ്, ബിനു എന്നിവരുടെ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് മേൽക്കൂര ഭാഗികമായി തകർന്നു. മമ്മദ്, ജോസ്, ജോൺസൺ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായത്. കൊച്ചി നഗരത്തിൽ അയ്യങ്കാളി റോഡിലും ജവഹർ റോഡിലും മരം വീണ് വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. പലയിടങ്ങളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മനോരമ ന്യൂസ്, കൊച്ചി.